ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കറിയാണ്. അപ്പോൾ ബീഫ് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബീഫ് വേവിക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊടികളൊന്ന് ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു സവാള അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടങ്ങ് വയറിയൊന്നും വേണ്ട, ചെറിയ രീതിയിലൊന്ന് കളർ മാറി വന്നാൽ മതി. അപ്പോൾ ഇതിൽ ചേർക്കാനായിട്ട് നമ്മൾ എടുത്തേക്കുന്ന പൊടികൾ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ ചെറുതായി കളർ മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കിത് ചൂടാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബീഫ് വേവിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചൂടാക്കിയ പൊടികൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പൊടിയുടെ പച്ചമണം നമുക്ക് ആ പച്ച ടേസ്റ്റ് മാറാൻ നന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ബീഫ് വേവിക്കാനായിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്തതിന് ശേഷം നന്നായിട്ട് തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ പൊടികൾ ചേർത്ത് വേവിക്കുന്ന സമയത്ത് ഇറച്ചിയിലേക്ക് നല്ല റെഡ് കളറോട് തന്നെ ഇറച്ചിയിരിക്കും. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 6-7 വിസിൽ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഉള്ളിയൊക്കെ വഴറ്റി ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ചതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം തേങ്ങാക്കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിനുശേഷം നമ്മളിതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളിയാണ് എപ്പോഴും ബീഫ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവാനായിട്ട് ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഗ്രേവി നല്ല തിക്കായിട്ടിരിക്കാനൊക്കെ ചെറിയ ഉള്ളി നല്ലതാണ്. അപ്പോൾ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇനി ഒരു അല്പം പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടികൾ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്തതിന് ശേഷം അല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അല്പം നേരവും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഈ മസാലയൊക്കെ നന്നായിട്ട് അതിൽ ബീഫിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരല്പം നേരവും കൂടി നമ്മൾ വേവിക്കുന്നത്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് സെറ്റായിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം.